പാലക്കാടിന്റെ നീറ്റ് MLA ആണ്. എന്താ പറയുക? സർട്ടിഫിക്കറ്റ് കിട്ടി, ഒപ്പിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. എന്ന് ഞാൻ പലകുറി സൂചിപ്പിച്ചു, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിംഗ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ, അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പൊ പഞ്ചായത്തിന്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള MLA-മാരൊക്കെ പഞ്ചായത്തിന്റെ ചുമതലയും വാർഡിന്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ 2 ജനപ്രതിനിധികൾ, ഒന്ന് പാലക്കാടിന്റെ മുൻ MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ, പിന്നെ പാലക്കാടിന്റെ MP ആയ ശ്രീ VK ശ്രീകണ്ഠൻ, അവരെല്ലാവരും ഒരു ടീമായിട്ട് ഇന്ന് പോലും ഉള്ളൊരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ? ഇപ്പം ചീഫ് ഇലക്ഷൻ ഏജന്റ് ഇവിടുത്തെ മുൻ MLA-യും MP-യുമായിട്ടുള്ള ആള്, കൗണ്ടിംഗ് ഏജന്റ് നിലവിലെ MP എന്ന് പറയുന്ന രീതിയിൽ സാധാരണ പ്രവർത്തകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ്. അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത് പാണക്കാട് തങ്ങള്, അതുപോലെ തന്നെ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ P ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി. അപ്പം ലീഗിന്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീ PK ഫിറോസിനെ പോലൊരാള് ഒരു പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ PK ഫിറോസ് ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല. ബൈ ഇലക്ഷനുകളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഇത് പാലക്കാടിന്റെ വിജയമാണ്. ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിന്റെ വിജയമാണ്. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ, അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ തൊട്ട് കേരളത്തിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, ശ്രീ ശശി തരൂർ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും, ശ്രീ K മുരളീധരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ. ചുമതലയുടെ കാര്യം പറഞ്ഞില്ല, ഇപ്പം ശ്രീ അൻവർ സാദത്ത് ഇപ്പം ഇപ്പോഴും ഒപ്പമുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം തന്നൊരു പ്രദേശത്തിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. ശ്രീ M വിൻസെന്റ് അടക്കം, അങ്ങനെ പേര് പറയാൻ പോയാൽ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകും. എല്ലാവരും ഇത് കൂട്ടായ്മയുടെ, മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിജയമാണ്. അതല്ല, ചരിത്ര ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷത്തിലേക്ക് ആരും വന്നിട്ടില്ല. പുള്ളി അത് കമന്റ് ചെയ്യരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഭൂരിപക്ഷത്തിന്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു തുടക്കക്കാരനാണ്. അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിശ്വട്ടിനെ പോലുള്ള ആളുകളിൽ നിന്നാണ്. അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു. ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിശ്വട്ടുണ്ടായിരുന്നു. ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിശ്വട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ആരെ നമ്മൾ മാറ്റി നിർത്തും. അപ്പം എല്ലാവരുടെയും കൂടെ വിജയമാണ്. അപ്പം പാലക്കാടിന്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ലേ. നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളൊരു 5 അല്ലെങ്കിൽ 6 റൗണ്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ലീഡിലേക്ക് വരുന്നത്. സമ്മേളനത്തിൽ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല, കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പത്രക്കാരെ മുമ്പിൽ പറഞ്ഞിരുന്നു, പത്രസമ്മേളനം നടത്തി പറഞ്ഞു പാലക്കാട് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ UDF ലീഡ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നു പറഞ്ഞു. സർവകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനിച്ച, ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ പലരും പല കണക്കൂട്ടലുകളും നടത്തി, ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റി. അതിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇല്ല, അല്ല, ഈ ഇലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ, നിങ്ങളോട് സംസാരിച്ചതൊക്കെ നിങ്ങൾ റെക്കോർഡ് എടുത്തു നോക്ക്. ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും മുഖവിലക്ക് എടുത്തില്ല. ഇപ്പോഴെങ്കിലും അതൊന്നും മുഖവിലക്ക് എടുക്കണേ. കുറെ കാലമായില്ലേ എല്ലാ കണക്കുകളും ശ്രീനേട്ടനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക്.
കണക്കുകൂട്ടൽ തെറ്റില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. അല്പസ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ്. ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, UDF-നോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികളും പുകമറകളും വിവാദങ്ങളും ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. 14 വർഷം ഇവിടെ MLA ആയ ഷാഫി പറമ്പിലിന്റെ ബന്ധമാണ്. ഞാൻ ഇവിടെ 6 വർഷമായിട്ടുള്ളൂ MP ആയിട്ടെങ്കിലും, 6 വർഷം ആയിട്ടില്ല, 5.5 ആയിട്ടുള്ളൂ. ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ജയ്ഹോ പറയാത്ത. അത് മാത്രമല്ല, രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാണ്. ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും. പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഒരു സ്ഥാനാർത്ഥി അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല. ഞങ്ങൾ എന്തെല്ലാം കേട്ടു, ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു, ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഞങ്ങൾ മറുപടി പറഞ്ഞു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായ നന്ദി ഞങ്ങളെ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തി. BJPക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് വീതം നിങ്ങൾക്ക് BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അത് ഈ സന്ദീപ് വാര്യർ പോകുന്നതുകൊണ്ട് മാത്രമാണോ, അതല്ലെങ്കിൽ നേരത്തെ തന്നെ അനുകൂല? അത് ഒരു ഘടകം തന്നെയാണ്. പക്ഷേ പാലക്കാട്ടെ BJPയുടെ മുഖം എന്താണ്? ഇവിടെ വേറെ സ്ഥാനാർത്ഥികളൊന്നും മത്സരിക്കാനില്ലേ? എന്നും ഒരു സ്ഥാനാർത്ഥിയാണ്. നഗരസഭയിൽ ഒരു സ്ഥാനാർത്ഥി, നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥി, പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥി. ജനങ്ങൾ കണ്ടു മടുത്തില്ലേ? അത് മാത്രമല്ല, അതിന്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാണ്? ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഈ 11 മണിക്ക് എന്നെ ചാനലിന് ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേട്ടൻ എവിടെയുണ്ട്? അതെ, രാഹുൽ മൂന്നാമത്തെ. ഞാനപ്പോ പറഞ്ഞു ഉള്ളി തോല് പൊളിച്ചതുപോലെ ഒന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ആയില്ലേ? അപ്പൊ അതാണ്, ഞങ്ങൾ ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. അവര് മാഫിയകളായിട്ട് ബന്ധമുള്ളവരാണ്. അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ല. ഈ നഗരസഭ 9 വർഷമായിട്ട് ഭരിക്കുന്നു. ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം എത്ര പ്രയാസം. റോഡുകളുടെ കാര്യം, എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിന്റെ കാര്യം, എത്ര ഫണ്ട് കിട്ടി, അതെല്ലാം വെട്ടിപ്പടത്തി പൂർത്തിയാകാത്ത വികസനങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കിടക്കുക. പിന്നെയാണ് വികസനത്തിന്റെ പൂക്കാലം എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി ഒന്ന് പ്രസംഗിച്ച അത് ഉൾക്കൊള്ളാൻ മാത്രം വിഡ്ഢികളല്ലോ പാലക്കാട്ടെ ജനങ്ങൾ. അത് തിരിച്ചറിഞ്ഞു. BJPക്ക് ഇതുപോലെ കണക്കിന് പ്രഹരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. തൃശൂർ പൂരം കലക്കിയതിന് പാലക്കാട്ട് വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത്. എന്നോടാണോ? അല്ല, പിന്നെ ഈ ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ MLA അത്ര ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ, ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ പിന്നെ മുമ്പൊരിക്കൽ വിശ്വാട്ടന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വിശ്വാട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. അതുപോലെ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകന്റെ വികാരമാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല. ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ. അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ. ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ. അദ്ദേഹത്തെ മേളിൽ വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു. അല്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധിക്ഷേപിക്കാനില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങൾ തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ 4 ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ മത്സരിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം വളരെ സമചിത്തതയോടുകൂടി അതിനെ നേരിട്ടു. തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു. പാർട്ടിയും മുന്നണിയും MP ആണെങ്കിലും MLA 2 MPമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം, ഞങ്ങൾ നേരിട്ട പ്രതിസന്ധി, വ്യാജ ആരോപണങ്ങൾ, വ്യക്തി അധിക്ഷേപം, അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു. പക്ഷെ സമചിത്തതയോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു. ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ? ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ? അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? സ്ഥാനാർത്ഥികൾ എന്നെ കുട്ടിക്കുരങ്ങെന്ന് വിളിച്ചില്ലേ? സ്ഥിരബുദ്ധി ഇല്ലാത്തവെന്ന് വിളിച്ചില്ലേ? ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ. എനിക്ക് അന്ന് വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഞാൻ കരഞ്ഞില്ലല്ലോ.
പാലക്കാട്ടെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ളതല്ല. ഇപ്പൊ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിന്റെ വോട്ടല്ല. ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് മേലിലെങ്കിലും CPM-ഉം BJP-യും ഒരു തെരഞ്ഞെടുപ്പ്, ഞാനൊരു തുടക്കക്കാരനാണ്, അവരൊന്നും ഉപദേശിക്കാൻ ആളല്ല. മേലിലെങ്കിലും CPM ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത്, വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, അതിന്റെ വിജയമാണ്. അപ്പം മേലിലെങ്കിലും ഇതൊരു പാഠമായിരിക്കും. ചോദ്യം കൂടി രാഹുലിനോട്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു BJP-യുടെ വോട്ട് വ്യാപകമായി രാഹുലിന് അവരെ ബോധപൂർവ്വം മറിച്ചു നൽകിയെന്നുള്ള. അദ്ദേഹം സത്യത്തിൽ പറഞ്ഞു. പറഞ്ഞു ബൈറ്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ഇറങ്ങിയ ഷാഫിയുടെ നോമിനിയാണ് എന്നുള്ളതായിരുന്നു രാഹുൽ ആദ്യം കണ്ടപ്പോഴേ. ഇനി അതങ്ങ് വിടാൻ തീരുമാനിച്ചു. പാലക്കാട്ടെ ജനങ്ങളുടെ നോമിനിയായി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു. അതിനകത്ത് ആ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. ഞാനല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയത്. CPM എനിക്ക് ചെയ്തു തന്ന, BJP എനിക്ക് ചെയ്തു തന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ്. പരാതി ശ്രീകണ്ഠന്റെ നോമിനി എന്നും കൂടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് MLA ആണല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്ക് അറിയില്ല. ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി ഒരു 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവർ തുടക്കത്തിൽ തന്നെ ചെയ്തു തന്നതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല. അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിലിന്റെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഗുണമായി. പിന്നെ അല്ലെങ്കിൽ എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം, അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തുന്നത്. അതുണ്ടായില്ലല്ലോ. അത് ആ സഹായം, ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് പുള്ള് തന്നതിനകത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം ശ്രീകണ്ഠന്റെ നോമിനിയും കൂടെ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു.